ഗുരുതരമായ വെളിപ്പെടുത്തലിലേക്കാണ് വീണ്ടും കാര്യങ്ങൾ പോകുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഉരുണ്ട് കളിച്ച് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ വിജയ് മല്യ സ്വർണം പൂശിയിട്ടുണ്ടോ എന്ന വിവരം തനിക്കറിയില്ല. അന്ന് വാസവൻ പറഞ്ഞു, മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറോ മറ്റാരെങ്കിലുമോ കുറ്റക്കാരാണെന്ന് പറയാനാകില്ലെന്നും സർക്കാരിന് ഇക്കാര്യങ്ങളിൽ യാതൊരു ബന്ധവുമില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അന്ന് ഈ വിജയമല്യ കുടുംബത്തിൽ സ്വർണം പൂശിയിട്ടുണ്ടെന്നുള്ളത് പലരും സാക്ഷ്യപ്പെടുത്തതായി പല വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് നേരിട്ടറിയില്ല, വാർത്തകളാണ്. പക്ഷേ ദേവസ്വം ബോർഡ് സെക്രട്ടറി കൊടുത്തതിനകത്ത് ഇങ്ങനെ, പക്ഷേ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം പ്രോപ്പറാണ്. കൊടുത്തപ്പോൾ എന്താ രേഖപ്പെടുത്തി നമുക്കറിയില്ല. ബോർഡ് എടുത്തിരിക്കുന്നത് ശാസ്ത്രീയമായ പരിശോധനയുടെ ഈ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി കൊടുക്കണമെന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണത്തിൽ മനസ്സിലാകാൻ കഴിയും. പത്മകുമാറിനും ആരെയെങ്കിലും ഇതിനകത്ത് കുറ്റക്കാരനായി നമ്മൾ കൃത്യമായി പരിശോധിക്കട്ടെ. ആരുടെ കുറ്റമുണ്ടെങ്കിലും അത് തെളിയട്ടെ. അവർ വിശദീകരിച്ചിട്ടുള്ളതും ബോർഡിൻ്റെ മിനിറ്റ്സിൽ കാണുന്നതും അവർ പ്രോപ്പറായി തീരുമാനമെടുത്തിരിക്കുന്നു. പിന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് സെക്രട്ടറി ആയിരിക്കും. അതാണ് അവർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച എന്ന രൂപത്തിൽ ചില സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ. ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളിലൊന്നും ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. വിശദാംശങ്ങൾ നൽകാനായി ശാലിനി, ഗവൺമെന്റിനല്ലാതെ പിന്നെ ആർക്കാണ് ഇതിനൊക്കെ ഉത്തരവാദിത്തമുള്ളത്? ശ്യാമ, അത് തന്നെയാണ് ഒരു ചോദ്യമായി വരുന്നത്. കാരണം 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിനു മുൻപൊക്കെ നടന്ന ക്രമക്കേടുകളാണ് ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. ആ ഘട്ടത്തിലാണ് 2019-ലാണല്ലോ 2018-ലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് താനല്ല അന്നത്തെ ദേവസ്വം മന്ത്രി, തൻ്റെ ഭാഗത്ത് ഒരു രീതിയിലുമുള്ള തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് കൈ കഴിയുന്ന ഒരു പ്രതികരണമാണ് ഇന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങളാണ് ഇന്ന് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത്. ആ 4 ചോദ്യങ്ങൾക്കും അഴകഴമ്പൻ രീതിയിലുള്ള ഉത്തരങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുള്ളത്. അതായത് ഹൈക്കോടതിയുടെ വിധിയും ഹൈക്കോടതിയുടെ നിരീക്ഷണവും കേസ് കോടതിയിലാണെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ഒഴിവൊഴിവുകൾ പറയുകയാണ്. പക്ഷേ സ്വർണ്ണപ്പാളിയാണ് പുറത്തേക്ക് കൊണ്ടുപോയത് എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ തന്നെ 2019 പണികൾക്ക് ശേഷം തിരിച്ചെത്തിച്ചപ്പോൾ ഭാരം രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന് ഹൈക്കോടതിയിൽ കണ്ടെത്തലുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകുമ്പോൾ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശമുണ്ട് എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. പക്ഷേ അതൊക്കെ പാലിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പാലിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ചുമതലയിൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാനാണ് മന്ത്രി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കൃത്യമായൊരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. അന്വേഷണം നടത്തി കുറ്റക്കാരാരാണ് എന്ന് വെച്ചാൽ അവരെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് മന്ത്രി പറയുകയും ചെയ്യുന്നത്. പല ഘട്ടങ്ങളിലും മുൻപുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നോ, അവരുടെ കാര്യത്തിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പത്മകുമാർ അടക്കമുള്ള ഒരാളുടെയും ഭാഗത്തുനിന്ന് അത്തരത്തിൽ തെറ്റുകൾ സംഭവിച്ചതായി താൻ കരുതുന്നില്ല. അവരെ ഈ വാർത്താ സമ്മേളനം മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു സിനിമയുടെ ഒരു സീക്വൻസ് ആണ്. ജഗദീഷ് പറയാണ്, ഞാൻ മാത്രമല്ല അവരുണ്ട് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായൊരു സിനിമയിലെ ഒരു സീക്വൻസ്. യഥാർത്ഥത്തിൽ അതല്ലേ നടന്നത്? അതൊന്നും എൻ്റെ കാലത്തല്ല, അവരാണ്, ഇവരാണ്, മറ്റവരാണ്, മറിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പറയുന്നു എനിക്കിതിൽ ഒരു ബന്ധവുമില്ല, സർക്കാരിന് ഒരു ബന്ധവുമില്ല. തീർച്ചയായും അത് തന്നെയാണ് പറയുന്നത്. അതായത് വി.എൻ. വാസവൻ പറയുന്നത് പ്രകാരമാണെങ്കിൽ തൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടില്ല, തൻ്റെ ചുമതല ഏറ്റതിന് ശേഷം അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല എന്ന രീതിയിൽ കൈ കഴുകാനാണ് മന്ത്രിയുടെ ശ്രമം നടന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുകളിൽ കുറ്റങ്ങൾ മൊത്തവും ചാർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു തെറ്റുകാരനായി മാറ്റി നിർത്തുക, മറ്റുള്ള ആരോഗ്യവും സംരക്ഷിക്കാനുള്ളൊരു ശ്രമം അത് മന്ത്രിയുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കൃത്യമായി സ്വർണം കൊണ്ടുപോകുമ്പോഴും അവിടെ സ്വർണം വഴിപാടായി കിട്ടുമ്പോഴൊക്കെ മഹസർ തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അത് തയ്യാറാക്കി സൂക്ഷിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. കൂടാതെ തന്നെ ദേവസ്വം മന്ത്രി അത് കൃത്യമായി അറിയേണ്ടതാണ്. പക്ഷേ ഇതൊന്നും താൻ അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതിന് മന്ത്രി തന്നെ നൽകുന്നൊരു ന്യായീകരണം എന്തെന്ന് വെച്ചാൽ പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ വഴിപാടുകൾ ലഭിക്കാറുണ്ട്, പല ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങളും മറ്റുമൊക്കെ ഇങ്ങനെയുള്ള അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോകാറുണ്ട്. അതൊക്കെ ദേവസ്വം ബോർഡോ ദേവസ്വം മന്ത്രിയോ കണക്കുകൾ സൂക്ഷിക്കാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. അതൊക്കെ ആ ക്ഷേത്രങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാണ് ഇത്രയധികം വലിയൊരു ക്ഷേത്രത്തിലെ ഇത്രയധികം കോടികളുടെ സ്വത്ത് പോയ ഒരു സംഭവം
സംഭവത്തെ വളരെ നിസാര രീതിയിൽ ന്യായീകരിക്കുന്ന ഒരു മന്ത്രിയുടെ നിലപാടുള്ളത്. എന്തായാലും ഇന്ന് സഭയിൽ ഈ വിഷയം കൊണ്ടുവരാൻ പ്രതിപക്ഷം തയ്യാറായിരുന്നു. പക്ഷേ ചോദ്യോത്തര വേളയിൽ തന്നെ ഈ വിഷയം ഉന്നയിച്ചത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. മുമ്പും സമാനമായി അടിയന്തര പ്രമേയമായി ഈ വിഷയം സഭയിൽ എത്തിച്ചപ്പോൾ അന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാതെ കോടതിയിലിരിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞ് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിൽ ഇന്ന് സഭ പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചകളാണ് കണ്ടത്. ശാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഉരുണ്ട് കളിക്കുകയാണ് ദേവസ്വം മന്ത്രി ഈ വിഷയത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ കാണാം.